ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ആദുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞാൻ നേരത്തെ രാവിലെ എണീച്ച് അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇന്ന് ആദുവിന് സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്, അപ്പോൾ അവർ അവിടെ പോയതാണ്. എന്തായാലും ഞാൻ ദോശയൊക്കെ വേഗം ചുട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ചാരുക്കുട്ടി ഉറങ്ങാണ്. അതിന് മുമ്പ് അവൾ എണീക്കുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി. ദോശേൻ്റെ കൂടെ ഞാനിന്ന് ചുവന്ന മുളകിൻ്റെ ചട്നി കൂടിയാട്ടോ ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അദ്യക്ക് ബർത്ത്ഡേ ബോയ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചാരുക്കുട്ടി ഇവിടെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അവൾ ഉറങ്ങി എണീറ്റ് നേരെ ഇവിടെ ഈ മുന്നിലെ കൊലായിലേക്ക് വന്നതാണ്. ഇവിടെ എല്ലാം അത് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ച് രാവിലെ തന്നെ ഞാൻ ഒരു പണിയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചിക്കൻ കുറച്ച് എടുത്തിട്ട് വരട്ടി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഇങ്ങനെ പൊറോട്ടയ്ക്കോ ചപ്പാത്തിയോ കൂട്ടാൻ പറ്റിയ രീതിയിൽ കുറച്ച് ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അവരതെല്ലാം കൂടെ കൂട്ടിയിട്ട് അത് ആ ഹൈറ്റിന് അതിന് വാരി കൊടുക്കുകയാണ് കേട്ടോ. അവൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ അവനെ കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവർ അതും ചാരും കൂടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചാരു നീ ഉമ്മ കൊടുക്കേട്ടൻ, ഏട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ, ചേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അവൾ അതുപോലെയൊക്കെ കുറച്ചൊക്കെ ചെയ്യും. പിന്നെ ബാക്കി അവൾക്ക് ലേശം കുറുമ്പാണ്. അപ്പോൾ അവൾ മെല്ലെ വേറെ എന്തെങ്കിലും, ഞാനിപ്പോൾ മിഠായി കൈ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതാ പറഞ്ഞ പോലെയൊക്കെ കേട്ടെന്ന് പറഞ്ഞപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് എവിടെയൊക്കെ പോയിട്ട് ഏട്ടൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് മിഠായി കൊടുത്ത് പറഞ്ഞപ്പോൾ ഒരുമിച്ച് പോവുക കേട്ടോ അവർ രണ്ടുപേരും കൂടെ. അപ്പോൾ അവൻ കൊണ്ടുപോയിട്ട് അവളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ്, അപ്പോൾ അവനോട് മിഠായിയൊക്കെ കൊടുത്തിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കാം. ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണിയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ വിളമ്പി കൊടുത്തു. അതിൻ്റെ കൂടെ ഞാൻ ചമ്മന്തിയും തൈരും പിന്നെ അതുപോലെ തന്നെ കുറച്ച് സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അച്ചാറും. അതെല്ലാം കൂടി ആട്ടോ കൊടുത്ത്. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ്. അവൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ അവർ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ്. ഞങ്ങളും കഴിച്ചു കേട്ടോ അവരെ കൂടെ തന്നെ. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നേരത്തെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും നല്ല ആസ്വദിച്ചൊക്കെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ അതിന്.